ചാൻസ് ചോദിച്ച് ഞാൻ ബാക്കിയുള്ള ഡയറക്ടേഴ്സിനെ വിളിക്കുമ്പോഴത്തേക്കും വെൻ ഐ സേ ദാറ്റ് മൈ നെയിം ഇസ് സൈജു കുറുപ്പ് ആർക്കും അറിയില്ല. ഞാൻ ആദ്യം സിനിമ ചെയ്തപ്പോൾ ഞാൻ എല്ലാത്തിൽ നിന്നും ബ്രേക്ക് എടുത്തിട്ടാണ് ചെയ്ത. അന്ന് എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഞാൻ ഭയങ്കര ആങ്ഷ്യസ് ആവുമായിരുന്നു. അയ്യോ സിനിമയെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. അപ്പൊ എന്റെ വിചാരം ഒന്ന് ആയിക്കോട്ടെ ഫസ്റ്റ് പറഞ്ഞാൽ പിന്നെ എന്നെ എല്ലാവരും ഇങ്ങോട്ട് വിളിക്കും എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ അതെന്റെ ഭയങ്കരമായിട്ട് ബ്രേക്ക് ആയപ്പോൾ ഞാൻ ഭയങ്കര ഡൗൺ ആയിപ്പോയിരുന്നു. അച്ഛനോ ഭയങ്കര എതിർപ്പായിരുന്നു ഡാൻസ് ചെയ്യുന്നില്ല. കുറെ രീതി നോക്കി ഭയങ്കര അടിയായിരുന്നു വീട്ടില്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ആഗ്രഹിക്കാൻ എനിക്ക് പേടിയാ. ഐ തിങ്ക് ഐ എം സ്കേർഡ്. സംഭവം ഹരിഹരൻ സാറിന്റെ മയൂഖം എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ച ആളാണ്. ഹരിഹരൻ സാറിന്റെ പടത്തിൽ അഭിനയിച്ചാണ്. ഇപ്പോഴും ഈ ഹരിഹരൻ സാർ കൊണ്ടുവന്ന ഒരു ആളായത് കാരണം ആ ഒരു സ്നേഹം എല്ലാവർക്കും ഉണ്ട്. ഓണത്തിനിടയ്ക്ക് പൂട്ടുകച്ചവടം ഞാൻ വന്നത് ഈ പൂട്ടുകച്ചവടമാണ്. അയ്യോ ഇനി എനിക്കറിയില്ലട്ടോ. പൂട്ടുകച്ചവടമല്ലേ? പൂട്ടാണല്ലേ? ഇയാള് കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡ് ആണ്. അതിനകത്ത് കുറച്ച് ലോണിന്റെ ഒക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ടാഗ് ഉണ്ട്. ലോൺ സ്റ്റാർ. ആട് 3 അറക്കിലമ്പൂ 2025 ആട് 3 റിലീസ് ആവും. ഇനിയിപ്പോ ഈ വർഷം ഷൂട്ട് ചെയ്താലും 2025 ആയിരിക്കും റിലീസ്. 2025 ഷൂട്ട് ചെയ്താലും ആ വർഷം തന്നെ. വീണ്ടും ദേവനന്ദയും സൈജനുള്ള ഒരു കോമ്പിനേഷൻ. മാളികപ്പുറത്തിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ ഫസ്റ്റ് ഡേ തൊട്ട് ആ കെമിസ്ട്രി ഉണ്ട്. ഇപ്പൊ ദേവുവിന്റെ അച്ഛൻ ജിബിന്റെയും ഒരു നല്ല കൈയുണ്ട്. ജിബിൻ പറഞ്ഞു കൊടുത്തിരുന്നു അച്ഛനായിട്ടാണ് സൈജു കുറുപ്പ് എന്ന് പറഞ്ഞ ആക്ടർ അഭിനയിക്കാൻ പോകുന്നത്. അപ്പൊ സൈജു അങ്കിളിനെ എന്നെ പോലെ തന്നെ കാണുക. ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് ഞങ്ങൾ അച്ഛനും മകളുമാണ്. ഞങ്ങൾ അഭിനയിച്ചു തുടങ്ങിയ സമയത്ത് തന്നെ പുള്ളിക്കാരത്തേക്ക് മനസ്സിലായി പുള്ളിക്കാരത്തിന് അത്രയും പോലും എനിക്ക് ഡയലോഗ് ഓർമ്മ വയ്ക്കില്ല. അപ്പൊ ഞാൻ തെറ്റിച്ചു തുടങ്ങി. അപ്പൊ പുള്ളിക്കാരത്തിന് കുഴപ്പമില്ല. മാത്യു തോമസ് ആണ് ലീഡ്. അതിലൊരു ഈച്ചയുണ്ട്. ഈച്ചയും മാത്യു ആണ് മെയിൻ ക്യാരക്ടേഴ്സ്. ലവ്ലി. ഹലോ സൈജേട്ടാ. ആദ്യം തന്നെ ചോദിക്കട്ടെ, ഈ സിനിമയുടെ പേരിൽ തന്നെ ഒരു നല്ല വ്യത്യസ്തമായൊരു എലിമെന്റ് ഉണ്ട്. എന്താണ് ആ പേരിന്റെ ഒരു സിഗ്നിഫിക്കൻസ്? ഞാൻ ഇന്നലെ വരെ മനസ്സിലാക്കിയിരുന്നത് ഗുളികന്റെ ആദ്യത്തെ അക്ഷരമാണ് ഗു. പക്ഷേ ദേവനന്ദയാണ് പറഞ്ഞത്. മനു രാധാകൃഷ്ണൻ എൻ്റെ റൈറ്റർ ഡയറക്ടർ അദ്ദേഹം ദേവുൻ്റെ ഒക്കെ പറഞ്ഞായിരുന്നു സംസ്കൃതത്തിൽ ഗു എന്ന് പറഞ്ഞാൽ ഡാർക്ക്നെസ് എന്നുള്ളൊരു അർത്ഥം കൂടെ ഉണ്ടെന്ന്. അപ്പം അതാണ് നമ്മുടെ ഗു എന്ന് പറഞ്ഞതിൻ്റെ ഒരു സംഭവം. ഇതൊരു ഫാമിലി ഹൊറർ ചെറിയ ഫാൻറ്റസിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇതൊരു കിഡ്സ് മൂവിയാണെന്ന് ചോദിച്ചാൽ ഇഷ്ടംപോലെ കിഡ്സിൻ്റെ അത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു സിനിമയാണ്. ഇതിൻ്റെ അകത്തെ എൻ്റർടൈൻമെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ രീതിയിലുള്ള ഇപ്പോൾ സിനിമ കാണുമ്പോൾ നമുക്കൊരു ഹൊറർ പടമൊക്കെ കാണുമ്പോൾ ഒരു ചെറിയ പേടികളൊക്കെ തോന്നാറുണ്ടല്ലോ, വലിയ പേടികൾ തോന്നാറുണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ചെറിയ രീതിയിലുള്ള ലൈറ്റർ മൂവ്മെൻറ്റ്സിൽ ഇങ്ങനെ പേടിപ്പിച്ച് നല്ലൊരു എൻ്റർടൈനിങ് ആണ്. ഇത് ഒരു ഏജിനെ ഇത് ചെയ്യുന്നില്ല. അതായത് ഏത് ഏജിലുള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു സിനിമയാണെന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ സൈജാൻ്റെ അടുത്ത് ഇത് ഓണത്തിനിടയ്ക്ക് പൂട്ടുകച്ചവടം ഞാൻ വന്നത് ഈ പൂട്ടുകച്ചവടമാണ്. അയ്യോ ഇനി എനിക്കറിയില്ലട്ടോ. പൂട്ടുകച്ചവടമല്ലേ? പൂട്ടാണല്ലേ? അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളൂ. ഞാൻ ചോദിക്കാന്ന് വെച്ചാൽ ആട് 3 അറക്കിലമ്പൂ എന്താണ്? എന്തെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ്? 2025 ആട് 3 റിലീസ് ആവും. അത് ഇനിയിപ്പോൾ ഈ വർഷം ഷൂട്ട് ചെയ്താലും 2025 ആയിരിക്കും റിലീസ്. 2025 റിലീസ് ഷൂട്ട് ചെയ്താലും ആ വർഷം തന്നെ റിലീസ്. പക്ഷേ വൺ തിങ് ഇസ് കൺഫേം, 2025 ആട് 3 will be there. Released in theaters. എന്തായാലും അതിന്റെ ഒരു എക്സ്പെക്ടേഷൻ ലെവൽ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ലെവൽ ഇസ് ഹൈ. ദാറ്റ് ഓഫ് കോഴ്സ് വി നോ ബിക്കോസ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോടും ക്രൂ മെമ്പേഴ്സിനോടൊക്കെ സംസാരിക്കുന്നത് ആട് 3 എപ്പോഴാണ് വരുന്നത് എന്നുള്ളതാണ്. എപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയാലും മിനിമം എല്ലാ ദിവസവും ഒരാളെങ്കിലും ചോദിക്കും ആട് 3 ഉണ്ടാവും ഉടനെ. നമുക്ക് ഷാജി പാപ്പനെയും അറക്കലമ്പനെയും കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സോ വി നോ ദാറ്റ് പീപ്പിൾ ഡെഫിനറ്റ്ലി ദേ വോണ്ട് ടു സീ ദ മൂവി. സോ മിഥുൻ ഈസ് റൈറ്റിംഗ് ദ സ്ക്രിപ്റ്റ്. ഐ തിങ്ക് ഫസ്റ്റ് ഹാഫ് ഈസ് കംപ്ലീറ്റഡ്. സെക്കൻഡ് ഹാഫിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. 2025 എന്തായാലും നമുക്ക് വീണ്ടും എല്ലാവരെയും കാണാൻ പറ്റും, പ്രതീക്ഷിക്കാം. അതേപോലെ സൈജന്റെ റോൾ ഇതിനകത്ത് എന്താണ്? അതിനെക്കുറിച്ചൊരു ഇയാൾ ബേസിക്കലി ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട്. വൈഫായിട്ട് അശ്വതി അഭിനയിക്കുന്നു. മോളാണ് ദേവനന്ദ. അങ്ങനെ ഒരു കാര്യത്തിന് തിരിച്ച് ആൻസെസ്ട്രൽ ഹോമിലേക്ക് പട്ടാമ്പി അവിടേക്ക് എത്തുവാണ്. എന്നിട്ട് പിന്നെ അവിടെ നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പം ദേവനന്ദയുടെ ഒരു വ്യൂ പോയിന്റിലാണ് നമ്മുടെ കഥ നടക്കുന്നത്.
നമ്മൾ ഈ പണ്ട് നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ, ഇപ്പം എൻ്റെ ഒന്നും ഗ്രാൻഡ് പാരൻസ് അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല, പക്ഷെ നാട്ടുകാരൊക്കെ പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ എന്താണ് മച്ചിൽ കയറാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ, അല്ലെങ്കിൽ ശൂളം കുത്താൻ പാടില്ല, പാമ്പ് വരും, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, ചില അന്ധവിശ്വാസങ്ങൾ. അപ്പൊ ഈ അന്ധവിശ്വാസങ്ങൾ ഒരു പരിധി കൂടിയാൽ ഒരു മനുഷ്യനെ അത് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ സിനിമയിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പൊ അശ്വതിയിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് ഈ ക്യാരക്ടറിലേക്ക് വന്ന് എത്തിപ്പെട്ടത്? അത് മണിയമ്പിള്ള സാറിന്റെ വൈഫാണ് എന്നെ കേരള ക്രൈം ഫയൽസിൽ കണ്ടിട്ട് മനുചേട്ടനോട് സജസ്റ്റ് ചെയ്തു. അങ്ങനെ മനുചേട്ടൻ വിളിച്ച് കഥയൊക്കെ പറഞ്ഞ് എനിക്കും കഥ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഈ റോൾ ചെയ്തപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? ഇപ്പം വരുന്ന കൂടുതലും സിനിമകൾ കുറെ ഫ്രണ്ട്സ് കൂടിയിട്ടുള്ള പടങ്ങൾ, അങ്ങനത്തെ പടങ്ങളാണല്ലോ. അപ്പൊ പണ്ടത്തെ ചില ശ്രീനിവാസന്റെയും അങ്ങനത്തെ ഒക്കെ എഴുതിയ പടങ്ങൾ കാണുമ്പോൾ ഈ ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ള പടങ്ങളുണ്ട്, ഒരു വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ. അപ്പൊ ആസ് എൻ ആക്ടർ എനിക്ക് അങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗമാവണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം അപ്പൊ നമുക്ക് ആസ് എ ഫീമെയിൽ ആക്ടർ എസ്പെഷ്യലി നമുക്ക് അഭിനയം കൂടുതൽ കാണും ആ ഫാമിലി സ്പേസ് പശ്ചാത്തലമാകുമ്പോൾ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇങ്ങനൊരു പടം വന്നതുകൊണ്ട്. കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉണ്ട് അഭിനയിക്കാൻ, നമുക്ക് എന്തെങ്കിലും ഉണ്ട് അതിൽ അഭിനയിക്കാൻ. സോ ഐ വാസ് വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. പിന്നെ ഇപ്പം തെയ്യം, ഗുളികൻ തെയ്യം, അപ്പൊ കേരളത്തിന്റെ ആ ഒരു കൾച്ചർ, ആ ആസ്പെക്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ അതിനെപ്പറ്റി കൂടുതൽ എനിക്ക് അറിയാൻ പറ്റി ആക്ച്വലി ഈ പടത്തില് അഭിനയിച്ചപ്പം. അപ്പൊ അങ്ങനത്തെ ഒരു പടം നമുക്ക് എപ്പോഴും വരത്തില്ലല്ലോ. അപ്പൊ അത് വളരെ രസമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി. പിന്നെ എനിക്ക് ഇതിന്റെ മെയിൻ എന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളായിട്ട് അഭിനയിക്കുന്നതായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കുട്ടികളുടെ കൂടെ അഭിനയിക്കുന്നത്. അപ്പം ഇത് സഹിച്ചേണ്ടതിന് മുന്നേ പറഞ്ഞത് അവർ ഭയങ്കര സ്പോണ്ടേനിയസാ, ഭയങ്കര രസമാണ് അവര് അഭിനയിക്കുന്ന കാണാനും അവരുടെ കൂടെ അഭിനയിക്കാനും ഭയങ്കര രസമാണ്. കാരണം നമ്മൾ ഭയങ്കര ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട് അവരായിട്ട് അഭിനയിക്കുമ്പോൾ. ഞാനും ദേവനന്ദയൊക്കെ ഇങ്ങനെ നമ്മൾ സംസാരിച്ച് പ്ലാനൊക്കെ ചെയ്ത് ചിലപ്പോൾ അഭിനയിക്കുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ വരും. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിരുന്നു കുട്ടികളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. അടിപൊളി. ഇപ്പം യു ബേസ്ഡ് ഔട്ട് ഓഫ് ബാംഗ്ലൂർ അല്ലേ? ആയിരുന്നു. ഇപ്പൊ ഞാൻ കൊച്ചിയിലാണ് 2 വർഷമായിട്ട്. സോ അപ്പം കേരളമായിട്ടുള്ള ഒരു ടച്ച് എങ്ങനെയാണ് ആക്ച്വലി ഇവിടുത്തെ ട്രഡീഷൻസ് കാര്യങ്ങളൊക്കെ? അല്ല, ഞാൻ ഇവിടെ പഠിച്ചു വളർന്നതൊക്കെ. അതായത് ഞാൻ ഒരു 5ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ ഞാൻ നാട്ടിലാണ് പഠിച്ചതൊക്കെ. ബാംഗ്ലൂർ ഞാൻ കോളേജും പിന്നെ വർക്ക് ചെയ്തതൊക്കെ അവിടെയായിരുന്നു. ഞാൻ ഡാൻസിനായിട്ട് ഞാൻ ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ബാംഗ്ലൂർ ഷിഫ്റ്റ് ചെയ്തത്. പിന്നെ യോഗയും ഒക്കെ അവിടെ പഠിച്ചു. അങ്ങനെ. പിന്നെ അവിടുന്ന് ഈ മൂവീസിലേക്കുള്ള ഒരു ഷിഫ്റ്റ് എങ്ങനെയായിരുന്നു? അത് എന്തായിരുന്നു, ബേസിക്കലി ഞാൻ ഡാൻസറായിട്ടാണ് തുടങ്ങിയത്. അപ്പം അച്ഛൻ ഭയങ്കര എതിർപ്പായിരുന്നു ഡാൻസ് ചെയ്യുന്നില്ല. അച്ഛൻ സിവിൽ എഞ്ചിനീയർ ആണ്. അപ്പൊ നീ വല്ല പണിക്ക് പോകുന്നുള്ളതായിരുന്നു. അപ്പം 3-4 വർഷം കുറെ എന്നെ പിടിച്ചു നിർത്താൻ നോക്കി, കുറെ രീതി നോക്കി. ഭയങ്കര അടിയായിരുന്നു വീട്ടില്. അവസാനം അച്ഛന് മനസ്സിലായി എന്നെ കൊണ്ട് ഒരു രീതിയിൽ എന്റെ മനസ്സ് മാറ്റിക്കാൻ പറ്റത്തില്ല. അപ്പൊ പറഞ്ഞു എന്നാ പിന്നെ നീ സിനിമയിലെങ്കിലും അഭിനയിച്ച് രക്ഷപ്പെടും എന്നുള്ള ഡാൻസ് ചെയ്ത് രക്ഷപ്പെടത്തില്ലെന്ന് അവർ ഉറപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ സിനിമയിലോട്ട് വരുന്നത്. അപ്പൊ സിനിമയിൽ ഞാൻ ആദ്യം അഭിനയിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഡാൻസിലൊക്കെ ഉള്ള ഒരു സെയിം പ്രോസസ്സാണ് ക്രിയേറ്റീവ്ലി. അപ്പൊ അങ്ങനെ സിനിമ ചെയ്തു തുടങ്ങി. ഓഡിഷൻസ് കൊടുത്തു. and I think I was lucky to get opportunities. സൈജറ്റ്, ഇപ്പം ഈ മൂവിയിൽ നമ്മൾ നോക്കുമ്പോൾ വീണ്ടും ദേവനന്ദയും സൈജനുള്ള ഒരു കോമ്പിനേഷൻ, മാളികപ്പുറം ഒരു സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതിനുശേഷം വീണ്ടും ആ സെയിം കോമ്പിനേഷൻ ഉള്ളൊരു ഡിമാൻഡ് എങ്ങനെ വന്നത്? അയ്യോ, അത് ആ തോട്ട് എന്തുകൊണ്ടാണ് വന്നതെന്നുള്ളത് എനിക്കറിയില്ല. അതിപ്പം ചോദിച്ചില്ല. സാധാരണ ഞാൻ എന്തിന് എന്നെ ഈ ക്യാരക്ടറിൽ പ്ലേസ് ചെയ്യുമെന്ന് ഞാൻ ചില സംവിധായകരോട് ചോദിക്കാറുണ്ട്. പക്ഷെ ഇതിൽ ഞാൻ ആക്ച്വലി ചോദിച്ചില്ല. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചിട്ട് ഈ ചോദ്യം വരാണെങ്കിൽ ഇപ്പം നിർമ്മാതാവും സംവിധായകനും എഴുത്തുകാരും അവരൊക്കെ കൂടെയാണല്ലോ ഡിസൈഡ് ചെയ്യുന്നത്. നിങ്ങൾ തമ്മിലൊരു കെമിസ്ട്രി ഒരു ഭയങ്കര അടിപൊളി ആയിട്ട് പോകുന്ന സംഭവം. അത് മാളികപ്പുറത്തിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ ഫസ്റ്റ് ഡേ തൊട്ട് ആ കെമിസ്ട്രി ഉണ്ട്. അത് അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ദേവുവിന്റെ അച്ഛൻ ജിബിന്റെയും ഒരു നല്ല കൈയുണ്ട്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ ജിബിനുമായിട്ട് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും ജിബിൻ പറഞ്ഞു കൊടുത്തിരുന്നു ദേവിൻ്റെ അടുത്ത്. അതായത് അച്ഛനായിട്ടാണ് സൈജു കുറുപ്പ് എന്ന് പറഞ്ഞ ആക്ടർ അഭിനയിക്കാൻ പോകുന്നത്. അപ്പോൾ സൈജു അങ്കിളിനെ എന്നെ പോലെ തന്നെ കാണുക. സി വാട്ട് ഹാപ്പൻസ് ഈസ്, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചെന്നിട്ട് ഇപ്പം അച്ഛന്മാർ എന്ന് പറയുമ്പോഴത്തെ ഒരു ബോണ്ടിങ് അത് ഓഡിയൻസിന് ഫീൽ ചെയ്യണമെങ്കിൽ അത് നമ്മൾ അങ്ങനെ നമ്മൾ അഭിനയിക്കണം. അത്ര റിയലിസ്റ്റിക് ആയിരിക്കണം. അവിടെ ഹഗ്സ് കാണും, കിസ്സസ് കാണും, അല്ലെ? മക്കളെ നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മൾ പൊന്നുപോലെയാണ് നോക്കുന്നത്. അപ്പം ഇതെല്ലാം വരണം.
അപ്പം നമ്മൾ ഇൻഹിബിഷൻ എല്ലാ ആക്ടേഴ്സിലും ഉണ്ടാവാം അല്ലേ? അപ്പം അതൊന്നും വരാതെ, അപ്പം നമ്മൾ പിന്നെ അഡൾട്ട് ആയത് കാരണം നമ്മളത് കൊണ്ടുവരുന്നില്ല. പക്ഷെ അത് ജിമി ഓൾറെഡി പറഞ്ഞു കൊടുത്തായിരുന്നു. ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് ഞങ്ങൾ അച്ഛനും മകളുമാണ്. അപ്പം പിന്നെ നമുക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ളത് കാരണം ഒരു പടം കഴിഞ്ഞല്ലോ. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്കും വെരി ഈസി, അത് നാച്ചുറലി അങ്ങ് വന്നു. സൈജന്റെ ഒരു സോഫ്റ്റ് നേച്ചർ ആണോ അതിന് കാരണം? ആയിരിക്കാം. ഞാനങ്ങനെ ഭയങ്കരമായിട്ട് ലൗഡ് ആവാറില്ല. ലൗഡ് വളരെ അപൂർവമായിട്ട് ഞാൻ ആവാറുള്ളൂ. പിന്നെ അത്യാവശ്യം പേഷ്യൻസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ഓക്കെയാണ്. പിന്നെ സൈജേട്ടൻ ഭയങ്കര അപ്രോച്ചബിൾ ആണ്. പിന്നെ വേറൊരു കാര്യമുണ്ട് ശ്രുതി, ഞാനും ജീവിതത്തിലൊരു അച്ഛനാണ്. എനിക്ക് 2 മക്കളുണ്ട്, മൂത്ത പെൺകുട്ടി, ഇളയത് ആൺകുട്ടി. അപ്പം അവരൊക്കെ ഈ പ്രായത്തിലൂടെയാണല്ലോ കടന്നു വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അവരെയൊക്കെ ഹാൻഡിൽ ചെയ്തുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ ഞാൻ ബേസിക്കലി ഞാനൊരു കുട്ടിയെ കാണുമ്പോഴത്തേക്കും ഹലോ ഹൗ ആർ യു ഇങ്ങനെയൊക്കെ ചോദിക്കൽ ബേസിക്കലി എൻ്റെ ഉള്ളിലില്ല. ബട്ട് ടു മേക്ക് ദം കംഫർട്ടബിൾ ഡെഫിനറ്റ്ലി വി ഹാവ് ടു ഡു ദാറ്റ്. ഇപ്പം ഈ ഞാൻ ഇതിന്റെ ബാനറിൽ നോക്കുമ്പോൾ ഈ മാളികപ്പുറത്തിന്റെ ഒരു റെഫറൻസ് വെച്ചിട്ടുണ്ടല്ലോ, മാളികപ്പുറം ദേവനന്ദിയോടൊപ്പം. അത് നമ്മൾ യൂഷ്വലി അങ്ങനെ നമ്മൾ കാണാറില്ല. വേറൊരു മൂവിയുടെ റെഫറൻസ് വെച്ചിട്ട് അതെന്താ ഡെലിബറേറ്റ് ആയിട്ട് ചെയ്തൊരു സാധനം, അതെന്താ അങ്ങനെ വന്നത്? അത് ഡെഫിനറ്റ്ലി അത് ഡെലിബറേറ്റ് ആയിട്ട് ചെയ്തതായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ. ഇപ്പം ഫോണ്ട് പോലും അതാണല്ലോ, ഫോണ്ട് പോലും മാളികപ്പുറത്തിന്റെ അതാണ് യൂസ് ചെയ്യുന്നത്. സി ആ ഒരു മൂവി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബെഞ്ച് മാർക്കാണ്. അതൊരു അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാവരുടെയും ഒരു ബെഞ്ച് മാർക്കാണ്. ഇപ്പം നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് ഒരു ബെഞ്ച് മാർക്കാണ് അത്. ആക്ച്വലി ഇപ്പോഴല്ലേ, ഇപ്പൊ ഈ വർഷമാണ് തുരുതുര നമ്മൾ 100 കോടി അടിക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ഇത് എപ്പോഴെങ്കിലും ഒക്കെ ഒരു പ്രാവശ്യം സംഭവിക്കുന്ന ഒരു സംഭവമായിരുന്നു. അപ്പൊ ആ സമയത്താണ് മാളികപ്പുറം അത് സംഭവിച്ചത്, ആ ക്ലബിലേക്ക് കയറിയത്. സോ ഇറ്റ്സ് എ മൈൽ സ്റ്റോൺ. ആൻഡ് കുറച്ചുകൂടെ ആൾക്കാരിലേക്ക്, അതായത് സീനിയർ സിറ്റിസൺസ് ആയിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ. അപ്പം നമ്മൾ സാധാരണ കുട്ടികൾ, സീനിയർ സിറ്റിസൺസ്, ഇവർ തിയേറ്ററിൽ വളരെ കുറവാണ് വരുന്നത്. ബാക്കി ഒരു 15 വയസ്സ് തൊട്ട് 45 വയസ്സ് വരെയുള്ള ആൾക്കാരാണ് കൂടുതൽ തിയേറ്ററിലേക്ക് പോകുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയാണ് സംഭവം. പക്ഷെ മാളികപ്പുറത്തിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ 15 വർഷമായിട്ടൊക്കെ തിയേറ്ററിൽ പോകാത്ത പ്രായമുള്ള ആൾക്കാരൊക്കെ തിയേറ്ററിലേക്ക് വന്നു. സോ അതെ, ആ സിനിമ കണ്ടിട്ട് ഒരുപാട് കണ്ടവർക്കൊക്കെ നമ്മുടെ മോളെ ഇഷ്ടപ്പെട്ടു, ദേവുവിനെ. അപ്പം ആ ദേവുവിന്റെ അടുത്തൊരു പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ടൊരു സിനിമ വരുവാണ്. സോ അതൊന്ന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പം അശ്വതിയിലേക്ക് വരുമ്പം ഈ നമ്മൾ ഒരു മൂവി ചെയ്യുമ്പം നമുക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ, ലൈക്ക് ഇതാണ് എൻ്റെ ക്യാരക്ടർ, ഇത് റിലീസായി കഴിയുമ്പോൾ ദിസ് ഇസ് എ കൈൻഡ് ഓഫ് എന്താ റെസ്പോൺസ് ദാറ്റ് ഐ എം എക്സ്പെക്ടിങ്. റിയാലിറ്റി അത് ഡിഫറെന്റ്. അത് പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു സംഭവം ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. സോ അത് എന്താ ഇപ്പം റൈറ്റ് നൗ? ഈ പടം ഇറങ്ങിയതിന് ശേഷം കുറച്ചുകൂടെ ആൾക്കാർ എന്നെ അറിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കുറച്ചുകൂടെ നല്ല കഥാപാത്രങ്ങളും ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ആഗ്രഹിക്കാൻ എനിക്ക് പേടിയാ. എനിക്ക് അതെന്റെ ഒരു സ്വഭാവത്തിന്റെ ആയിരിക്കും. ഡിസപ്പോയിന്റഡ് ആണോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണോ അതോ? ഐ തിങ്ക് ഐ എം സ്കേർഡ്. അങ്ങനൊരു സംഭവം എനിക്കുണ്ട്. നമ്മൾ ഒരുപാട് നമ്മൾ പ്രതീക്ഷിച്ചാല്, ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ, അത് നമ്മള് ചെറിയൊരു ഇതുപോലും നമ്മളെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. അതെ, എനിക്ക് ആക്ച്വലി എന്റെ ഫസ്റ്റ് പടത്തില് സിനിമയെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. അപ്പൊ എന്റെ വിചാരം ഒന്ന് ഐഗേട്ടന്റെ ഫസ്റ്റ് പറഞ്ഞാൽ പിന്നെ എന്നെ എല്ലാവരും ഇങ്ങോട്ട് വിളിക്കും എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ അതെന്റെ ഭയങ്കരമായിട്ട് ബ്രേക്ക് ആയപ്പോ ഞാൻ ഭയങ്കര ഡൗൺ ആയിപ്പോയിരുന്നു. അതിനുശേഷം ഞാൻ ഓക്കെ ബേബി സ്റ്റെപ്സ് ഇങ്ങനെ പോട്ടെ എന്ന് വിശ്വസിച്ചെങ്ങാൻ ഞാൻ പോകുന്നത്. ഭയങ്കര നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയ അടിപൊളി. ഐ മീൻ കിട്ടിയ ഊട്ടിയല്ലേ ചട്ടിയോ അങ്ങനെ പറയുമല്ലോ. ഇപ്പം അശ്വതിയുടെ ഇപ്പോഴത്തെ ഒരു ബിഗിനിങ് സ്റ്റേജ് ഉണ്ടല്ലോ, what exactly is like the kind of struggles that you're facing? I do consider myself as a beginner. And struggle എന്ന് പറഞ്ഞാൽ I mean ഒരു രീതിയിൽ I think I am better off than my journey has been better. എൻ്റെ ചുറ്റുമുള്ള ഒത്തിരി ആക്ടേഴ്സിനെ ഞാൻ കാണാം. ഞാൻ ഒത്തിരി ചോദിക്കുന്ന ആളാട്ടോ. ഞാൻ സ്ഥിരമായിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ എനിക്ക് കോണ്ടാക്ട്സ് കിട്ടുന്ന എല്ലാ ഡയറക്ടേഴ്സിനോടും റൈറ്റേഴ്സിനോടും ഞാൻ എൻ്റെ പ്രൊഫൈൽ ഷെയർ ചെയ്യും. ഒരു ഓഡിഷൻ അല്ലെങ്കിൽ ഒരു സ്ക്രീൻ ടെസ്റ്റ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. കാസ്റ്റ് ചെയ്യുമെന്നല്ല, ഓഡിഷൻ ചെയ്യുമെന്ന് ഞാൻ എപ്പോഴും ചോദിക്കും. അപ്പൊ ഇതുപോലെ ചോദിക്കുന്ന വേറെ ഒത്തിരി പേര് എനിക്കറിയാം.
ബട്ട് ഐ തിങ്ക് ഐ ബീൻ ലക്കി ദാറ്റ് പീപ്പിൾ ഡു കോൾ മീ. ഞാൻ അങ്ങനെ ചോദിക്കുമ്പോൾ എന്നെ വിളിക്കാറുണ്ട്. അങ്ങനെ ഞാൻ മിക്കവാറും എനിക്ക് കിട്ടിയ റോളുകളെല്ലാം അങ്ങനെ ചോദിച്ച് ഓഡിഷൻ ചെയ്ത് വന്നതാ. സോ ഐ ഫീൽ ഓക്കെ ദാറ്റ് വേ. ഞാൻ കുറെ പേരെ ഞാൻ കാണുന്നുണ്ട് 10 വർഷമായിട്ട് ചോദിച്ചിട്ടും കിട്ടാത്തവരുണ്ട് അങ്ങനെ. അപ്പോൾ ദാറ്റ് വേ ഇറ്റ്സ് ബീൻ ബെറ്റർ. പിന്നെ ഞാൻ ഇപ്പൊ ചെയ്തിരിക്കുന്ന പടങ്ങൾ ഗു, അത് കഴിഞ്ഞ് ഇറങ്ങാനുള്ള 2 പടമുണ്ട്. അതൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ എന്തായാലും എനിക്ക് കുറച്ചുകൂടെ ചാലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യാൻ കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് എൻ്റെ ഭയങ്കര സ്ട്രഗിൾ ആണോ എന്ന് ചോദിച്ചാൽ ഐ തിങ്ക് ഐ എം ഓക്കെ. പിന്നെ ഞാൻ ഐ എം നോട്ട് ഓൺലി ഡൂയിങ് ആക്ടിങ്. എനിക്ക് ഐ ഹാവ് മൈ യോഗ സ്റ്റുഡിയോ, ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം എൻ്റെ മൈൻഡിന് വട്ടാവത്തില്ല. ലൈക്ക് എനിക്ക് പീസ് ഓഫ് മൈൻഡ്. ഞാൻ ആദ്യം സിനിമ ചെയ്തപ്പോൾ ഞാൻ എല്ലാത്തിൽ നിന്നും ബ്രേക്ക് എടുത്തിട്ടാണ് ചെയ്തത്. അന്ന് എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഞാൻ ഭയങ്കര ആങ്ഷ്യസ് ആവുമായിരുന്നു. അയ്യോ പടയില്ല, എന്ത് ചെയ്യും, കാശില്ല. അതെ. പക്ഷെ ഇപ്പം അതൊരു ബാലൻസിലാണ് പോകുന്നത്. സോ ഐ എം ഓക്കെ വിത്ത് ഐ എം ഏബിൾ ടു ടേക്ക് ദ കറന്റ് സ്ട്രഗിൾ. ഇപ്പം സൈജന്റെ ഫസ്റ്റ് മൂവി വയോഗം, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ആ പടവും അതിൽ പാട്ടും ഇപ്പോഴും കണ്ടിട്ടുള്ളൊരു സോങ്ങിലെ ഇതെൻ്റെ ഒരു പേഴ്സണൽ സ്റ്റോറിയാണ്. ഞാൻ അത് ഇങ്ങനെ കേട്ടിട്ട് ആ സമയത്ത് കുറേ നാളുകൾ കണ്ടിന്യൂസ്ലി ഈ പാട്ട് തന്നെ സ്കൂളിൽ മറ്റു കോമ്പറ്റീഷന് അത് ഇതിന് എല്ലാത്തിനും ഞാൻ പോയി പാടിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഭയങ്കര ക്രേസ് ആണ് ആ സമയത്ത്. ആ സോങ്ങും സൈജന്റെ ആക്ടിങ്ങും മമത, അങ്ങനെ എൻ്റെ മൂവി എനിക്ക് ഇപ്പോഴും അത് എനിക്ക് തോന്നുന്നു ഒരുപാട് ഓഡിയൻസിന് അത് ഇപ്പോഴും ഭയങ്കര സ്പെഷ്യലാണ്. ആ മൂവി, ദ ക്യാരക്ടർ, ദ സോങ്, എവറിത്തിങ്. അങ്ങനെ ഉള്ള റെസ്പോൺസ് ഇപ്പോഴും സജന് കിട്ടാറുണ്ടോ? ചിലവരൊക്കെ പറയാറുണ്ട് ഫസ്റ്റ് പടം നന്നായിരുന്നു, ഫസ്റ്റ് പടത്തിലെ പോലത്തെ ഒരു ക്യാരക്ടർ പിന്നെ കിട്ടിയിട്ടില്ലല്ലേ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല സുഹൃത്തുക്കളെ. അതല്ല നിങ്ങൾ പറഞ്ഞതല്ല, അല്ല ഞാൻ അവർ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞതാണ്. അപ്പം ഐ വാസ് ആക്ച്വലി മീ ആൻഡ് മമത വർ ലക്കി ഇനഫ് ടു get introduced in that movie. അത് ഡെഫിനറ്റ്ലി ലെജൻഡായ ഒരു സംവിധായകൻ ഹരിഹരൻ സാറിൻ്റെ പടത്തിൽ വരിക, അത് ഹരിഹരൻ സാർ തന്നെ എഴുതിയ കഥ, സ്ക്രിപ്റ്റ്. പിന്നെ മമതയ്ക്ക് വേണ്ടിയിട്ട് ചിത്ര ചേച്ചി പാടുന്നു. ഞാൻ ലിപ്സിങ്ക് ചെയ്തിരിക്കുന്നത് യേശുദാസ് സാറും MG ശ്രീകുമാർ സാറും ഒക്കെ പാടിയത്. പിന്നെ ഒരു മൊണ്ടാഷ് സോങ് ഉണ്ട് ചൂരില്ലാതെ, അത് ജയേന്ദ്രൻ സാറ് പാടിയത്. അപ്പം നമ്മൾ ഭയങ്കര ലക്കിയായിരുന്നു. ഭയങ്കര ഗ്രാൻഡ് ലോഞ്ച് ആയിരുന്നു. എനിക്ക് പക്ഷെ അതിനെപ്പറ്റി എത്ര വലിയ ഗ്രാൻഡ് ലോഞ്ച് ആണെന്നൊന്നും എനിക്ക് സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അപ്പം വലിയ അറിവൊന്നുമില്ല. പിന്നെ ഞാനിത് ഈ ഹരിഹരൻ സാറിൻ്റെ ഒരു മഹത്വം മനസ്സിലാക്കിയത്, ഞാൻ പിന്നെ ചാൻസ് ചോദിച്ച് ഞാൻ ബാക്കിയുള്ള ഡയറക്ടേഴ്സിനെ വിളിക്കുമ്പോഴത്തേക്കും വെൻ ഐ സേ ദാറ്റ് മൈ നെയിം ഇസ് സൈജു കുറുപ്പ്, ആർക്കും അറിയില്ല, ഹരിഹരൻ സാറിൻ്റെ മയൂഖം എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ച ആളാണ്. ഹരിഹരൻ സാറിൻ്റെ പടത്തിൽ അഭിനയിച്ചാണ്. ഈ ഹരിഹരൻ സാറിനെ പറ്റി പറയുമ്പോഴത്തേക്കും എല്ലാവരും ഹരിഹരൻ സാർ അത് പറയുന്ന കേൾക്കുമ്പോഴാണ് ഇദ്ദേഹം ഒരു ഭയങ്കര ലെജൻഡാണ്. എല്ലാവർക്കും ആ സമയത്ത് ഞാൻ സിനിമയിൽ വന്നു. ഇപ്പോഴും ഈ ഹരിഹരൻ സാർ കൊണ്ടുവന്ന ഒരു ആളായത് കാരണം ആ ഒരു സ്നേഹം എല്ലാവർക്കും ഉണ്ട്. ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, സാധാരണ ജനങ്ങളിലും അവർക്ക് ആർക്കൊക്കെ അറിയാം എന്നെ ഹരിഹരൻ സാറാണ് കൊണ്ടുവന്നിരിക്കുന്നത്, അവർക്കൊക്കെ ആ ഒരു സ്നേഹമുണ്ട്. അത് ഹരിഹരൻ സാറിനോടുള്ളതും അദ്ദേഹം ഇതിനു മുമ്പ് ഉണ്ടാക്കിയിരിക്കുന്ന സിനിമകളുടെ ഒരു ഇതാണ്, ഇമ്പാക്റ്റാണ്. എനിക്ക് തോന്നുന്നത് ഞാനും ഇപ്പം മമതയൊക്കെ ഞങ്ങൾ ഇത്രയും കാലം, ഇപ്പം ഓൾമോസ്റ്റ് 20 years ആകാറായി, ഞങ്ങൾ ഇത്ര നാളും സർവൈവ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ, അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ അതേ ഒരു ലീഗിലുള്ള ഒരു ആളുടെ സിനിമയിൽ വന്നിരുന്നെങ്കിലും ഇത് സംഭവിച്ചല്ലേ. പക്ഷെ ലക്കിലി ഹരിഹരൻ സാറിന്റെ പടത്തിലാണ് നമ്മൾ രണ്ടുപേരും വന്നത്. അശ്വതിക്ക് ഇപ്പം സൈഷൻ എന്ന് പറയുമ്പോൾ ഹീസ് എ വെരി എസ്റ്റാബ്ലിഷ്ഡ് ആക്ടർ. ഒരുപാട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഹിറ്റ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് വിത്ത് ഹിം ഇൻ ദി മൂവി? എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സായിട്ട് അഭിനയിക്കുമ്പം എനിക്ക് എപ്പോഴും ടെൻഷൻ, ഞാൻ എൻ്റെ ഡയലോഗ് തെറ്റിക്കുമോ, അവരുടെ ടൈം ഞാൻ വേസ്റ്റ് ആക്കുമോ, അങ്ങനെയൊക്കെ നമുക്ക് ഇച്ചിരി പേടി വരും. ഞാനൊന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ. ആ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അഭിനയിച്ചു തുടങ്ങിയ സമയത്ത് തന്നെ പുള്ളിക്കാരത്തേക്ക് മനസ്സിലായി, പുള്ളിക്കാരത്തിന് അത്രയും പോലും എനിക്ക് ഡയലോഗ് ഓർമ്മ വയ്ക്കില്ല. അപ്പൊ ഞാൻ തെറ്റിച്ചു തുടങ്ങി. അപ്പൊ പുള്ളിക്കാരത്തിന് കോൺഫിഡൻസ് അങ്ങനെ എനിക്കൊരു പേടിയുണ്ട്. എനിക്ക് ഓർമ്മയില്ല, അറിയാന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ
കുഴപ്പമില്ലാതെ പോയി കേട്ടോ. അങ്ങനെ പ്രശ്നമില്ലായിരുന്നു. പിന്നെ എനിക്ക് നമുക്ക് ഭയങ്കര രസമാണ് നല്ല അഭിനയിക്കാൻ അറിയാവുന്ന എസ്റ്റാബ്ലിഷ് ആയിട്ട് ആക്ടേഴ്സായിട്ട് അഭിനയിക്കുമ്പോൾ നമ്മൾ സ്ക്രീനിലല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പൊ നമ്മൾ അഭിനയിക്കുമ്പോൾ ഓ ഇതാണല്ലേ സംഭവം എന്ന് നമുക്ക് അതൊരു ഭയങ്കര രസമാണ്. പിന്നെ സജിച്ചേട്ടൻ്റെ കണ്ണുകൾ ഭയങ്കര എക്സ്പ്രസീവാ. ഈ പടത്തിൽ എനിക്ക് അത് കുറച്ചുകൂടെ എടുത്ത് അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പൊ അതെനിക്ക് നേരിട്ട് കാണാൻ പറ്റിയത് നല്ല ഭയങ്കര രസമായിരുന്നു. ഇപ്പം ഈ സിനിമയിലെ ക്യാരക്ടർ നമ്മൾ പെട്ടെന്ന് ഈ മാളികപ്പുറമായിട്ട് ആൾക്കാർ ഇങ്ങനെ റിലേറ്റ് ചെയ്യാനൊരു സാധ്യതയുണ്ട്. അപ്പം ഈ ക്യാരക്ടർ സജൻ ഈ ക്യാരക്ടർ ഹൗ ഡിഫറെന്റ് ഇസ് ഇറ്റ് ഫ്രം മാളികപ്പുറം അതിലെ ക്യാരക്ടറായിട്ട്? ഇയാൾ കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡ് ആണ്. ബാക്ക്ഗ്രൗണ്ട് തന്നെ ഡിഫറെന്റ് ആണ്. മൊത്തത്തില് പ്ലേസ്മെന്റ് ഡിഫറെന്റ് ആണ്. അതിന്റെ അകത്ത് അൺഎംപ്ലോയിഡ് ആയിരുന്നു, ഇതിന്റെ അകത്ത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അതിനകത്ത് കുറച്ച് ലോണിന്റെ ഒക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇതിനകത്ത് ലോൺ സ്റ്റാർ അല്ല. ഇങ്ങനത്തെയുള്ള ചേഞ്ചസ് ആണ്. പിന്നെ എൻറ്റയർ സ്റ്റോറി ഇസ് ഡിഫറെന്റ് ആൻഡ് ദ ക്യാരക്ടറൈസേഷൻ ഇസ് ഓൾസോ ഡിഫറെന്റ്. ബട്ട് മോർ ഓർ ലെസ് ഒരു ഇപ്പം നമ്മള് പെട്ടെന്ന് നോക്കുവാണെങ്കിൽ അതും ഒരു സീരിയസ് ക്യാരക്ടർ ആയിരുന്നു, ഇതൊരു സീരിയസ് ക്യാരക്ടറാണ്. ബട്ട് ദിസ് സീരിയസ് ക്യാരക്ടർ ഈസ് മോർ ഓഫ് വെരി സീരിയസ് ക്യാരക്ടർ. മാളികപ്പുറത്തിലെ കുറച്ചുകൂടെ അയാള് ഈ ഉള്ളിൽ നടക്കുന്ന ഈ കുറെ പ്രശ്നങ്ങൾ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാൾ കുറച്ച് ഫൺ ലവിങ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. അപ്പം ഇങ്ങനത്തെ ഡിഫറൻസസ് ആണ്. ഇപ്പം അശ്വതി 2 പ്രോജക്റ്റ് ഓൾറെഡി ഇറങ്ങാനിരിക്കുന്നത് പറഞ്ഞില്ലേ, ഏതൊക്കെയാണ് ആ പ്രോജക്ട്? ഇപ്പൊ ഫാർമ എന്ന് പറഞ്ഞ ഹോട്ട്സ്റ്റാറിന്റെ വെബ് സീരീസ് ഉണ്ട്. നിവിൻ പോളിയാണ് ലീഡ് ചെയ്തിരിക്കുന്നത്, അരുൺ PR ഡയറക്ടർ. അതുണ്ട് ഇറങ്ങാൻ. പിന്നെ ലവ്ലി എന്ന് പറഞ്ഞ സിനിമ ദിലീഷ് കരുണാകരൻ ഡയറക്ട് ചെയ്ത് ആഷിക് കപൂർ സിനിമാറ്റോഗ്രഫി, മാത്യു തോമസ് ആണ് ലീഡ്. അതിലൊരു ഈച്ചയുണ്ട്. ഈച്ചയുണ്ട്. ഈച്ചയും മാത്യു ആണ് മെയിൻ ക്യാരക്ടേഴ്സ്. ലവ്ലി. അപ്പം എന്തായാലും ഇപ്പം ഈ നമ്മുടെ പടത്തിനെ കുറിച്ച് ഗുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നത് വിചാരിച്ചാൽ, ഈ ഇതിലൊരു ട്രെയിലർ ഡയലോഗ് ഉണ്ടല്ലോ, മറ്റേ യക്ഷി ഭൂതം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ ഇങ്ങനെ പേടിപ്പിച്ചേക്കെന്ന് പറഞ്ഞിട്ട്, അങ്ങനെ എന്തെങ്കിലും കഥകൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, എൻ്റെ വീട്ടില് ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊന്നും അങ്ങനെ. പിന്നെ നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ഈ യക്ഷിയമ്മ എന്നൊക്കെ പറഞ്ഞൊരു പ്രതിഷ്ഠയാണ്. അതെ അതെ അതെ. അത് എല്ലാ ദൈവത്തിന്റെയും കൂടെ ഇങ്ങനത്തെ ഈ പേരുള്ളൊരു പ്രതിഷ്ഠ. ഇതൊക്കെയാണ് എൻ്റെ കൊച്ചുനാളത്തെ ഓർമ്മ. അല്ലാതെ യക്ഷി നമ്മളെ പിടിക്കും, ഭൂതം നമ്മളെ പിടിക്കും, അങ്ങനത്തെ ഒന്നും പ്രേതം ഇതൊക്കെ ആക്ച്വലി പണ്ട് പ്രേതമൊക്കെ കേട്ടിട്ടുണ്ടാവും. പ്രേതം എന്ന് പറഞ്ഞാൽ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു സാധനം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പിന്നെയാണ് പ്രേതം എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡിയെയും പ്രേതം എന്ന് പറയാം. കൂടുതൽ ബോധവാനായത് അപ്പോഴാണ്. അപ്പം കൊച്ചിലെ അങ്ങനത്തെ ഉള്ള ഇത് സ്റ്റോറീസ് ഒന്നും അങ്ങനെ കൂടുതൽ കേട്ടിട്ടില്ല. പിന്നെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറഞ്ഞു കാണുമായിരിക്കും. അതിനെ പറ്റിയൊന്നും ഞാൻ അങ്ങനെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ഈ എനിക്ക് ശരിക്കും പേടി മനുഷ്യരെയാണ്. ഇപ്പൊ നമ്മളത് ഒറ്റയ്ക്ക് നമ്മളിപ്പോ ഇരുട്ടത്തൂടെ നടന്നു പോകുമ്പോഴത്തേക്ക് നമുക്കൊരു പേടി വരും. പക്ഷെ ഒരിക്കലും ഈ സോ കോൾഡ് ഭൂതമോ പ്രേതമോ ആരും നമ്മളെ അറ്റാക്ക് ചെയ്യില്ല. ഒരു മനുഷ്യനെ വേണമെങ്കിൽ നമ്മളൊന്ന് അറ്റാക്ക് ചെയ്യാം, അല്ലേ? നമ്മളോട് ശത്രുതയുള്ള ഒരു മനുഷ്യനെ ചിലപ്പം അറ്റാക്ക് ചെയ്യാം. ഓക്കെ, എനിവേസ് അപ്പം ഈ ഗു പടം റിലീസ് ആകുമ്പോൾ കാണുന്ന ഓഡിയൻസിനോട് എന്താണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനുള്ളത്? എന്റർടൈൻമെന്റ് ആണ്, കംപ്ലീറ്റ് 2 hours ഓഫ് എന്റർടൈൻമെന്റ്. അതൊരു ഡിഫറെന്റ് ജോണറിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഏത് ഏജിലുള്ള ആൾക്കാർക്കും തിയേറ്ററിൽ ഇപ്പം അറിയാലോ, ഇപ്പം ആർക്കും കാണാൻ പറ്റിയ ഒരു സിനിമ. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം ഇങ്ങനെ ഒരു ബോർഡ് നമ്മൾ വച്ചിരിക്കുന്നത്. സോ എനിവൺ ക്യാൻ സീ. കുട്ടികൾക്കും കാണാം, സീനിയർ സിറ്റിസൺസിനും കാണാം, മിഡിൽ ഏജ്ഡ് ആൾക്കാർക്കും ടീനേജേഴ്സിനും യങ്സ്റ്റേഴ്സിനും എല്ലാവർക്കും കാണാവുന്ന ഒരു സിനിമയാണ്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുമെന്നാണ് ഞങ്ങളുടെ ടീമിന്റെ വിശ്വാസം. സോ ലെറ്റ്സ് സീ May 17 ഇത് വന്നു കഴിയുമ്പോഴത്തേക്കും ഹൗ ഇസ് ദ റെസ്പോൺസ്. ആൻഡ് ഡെഫിനറ്റ്ലി എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് നിരാശരാകേണ്ടി വരില്ല. അശ്വതിക്ക് എന്താ പറയാ? അതെ, നമ്മളിപ്പം ചെറുപ്പത്തിൽ കണ്ട ചില പടങ്ങളുണ്ടല്ലോ, അന്ന് നമ്മൾ ചിരിച്ച് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കാണും. പിന്നീട് അഡൾട്ട് ആയതിനു ശേഷം കാണുമ്പോൾ നമ്മൾ ഇതിനകത്തൊക്കെ ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ടായിരുന്നോ എന്ന് തോന്നുമല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഗു അങ്ങനെ ഒരു പടമായിരിക്കും. കുട്ടികൾക്ക് ഇപ്പൊ കാണുമ്പോൾ അവർ എൻജോയ് ചെയ്യും. ഒരു 10-15 വർഷം കഴിഞ്ഞ് ഒരു അഡൾട്ടായി കാണുമ്പോഴും അവർക്ക് ഇതിന് ഇങ്ങനെ ഒരു ലെയർ ഉണ്ടായിരുന്നു അല്ലേ എന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പടം ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാ പ്രായക്കാർക്കും
ഒരുമിച്ചിരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പടമായിരിക്കും. ഓക്കെ, വണ്ടർഫുൾ. അപ്പം എന്തായാലും ഇനി തിയേറ്ററുകൾ ഇതേ റെസ്പോൺസ് അങ്ങനെ തന്നെ പ്രതിഫലിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം. എനിക്ക് പേഴ്സണലി കുറച്ച് എക്സൈറ്റ്മെന്റ് കൂടുതലായിരുന്നു സായിച്ചേനെ കാണാൻ പറ്റിയത്. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒക്കെ ഞാൻ ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച് സായിച്ചേട്ടാ. താങ്ക് യു സോ മച്ച് അശ്വതി. Thank you. Wish you all the best. Thank you and all the best to you too, and thank you for your time too. Oh, thank you. Pleasure. Thank you.